ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്. 8ാം ക്ലാസ്സുകാരെ, എന്താണ് എല്ലാവരുടെയും വർത്താനം? സുഖമാണോ? റാഹത്താണോ? സന്തോഷമാണോ? ഹാപ്പി ആയിരിക്കുന്നുണ്ടോ എല്ലാവരും? മക്കളെ, എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? എവിടെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ എക്സാമുകളൊക്കെ അടിച്ച് പൊളിച്ച് എഴുതി അല്ലേ? അതായത് നമ്മുടെ ഓൺ എക്സാം, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അടിച്ച് പൊളിച്ച് എഴുതി. ഇനി നമുക്ക് എഴുതാൻ പോകാനുള്ളത് വാർഷിക എക്സാമാണ് അല്ലേ മക്കളെ? ആനുവൽ എക്സാം അല്ലേ? കൊല്ലപ്പരീക്ഷയല്ലേ? നമുക്ക് ഇനി വെറും 1-2 മാസങ്ങൾക്ക് അല്ലേ? പെട്ടെന്ന് ഒരു മാസം വരെ നമുക്കിനി സമയം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു 1.5 മാസം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തയ്യാറായിരിക്കണം. കാരണം അറബി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ തീരെ പഠിക്കാതെ പോവരുത്. പാഠങ്ങളൊക്കെ മനസ്സിലാക്കി, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി, ഒരു ക്വസ്റ്റ്യൻ മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പഠിച്ചൊന്ന് ഉഷാറാക്കി പോയാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കൂടെ മക്കളെ? അതുകൊണ്ട് തന്നെയാണ് എക്സാം വിന്നർ എന്ത് ചെയ്തത്? അറബി ക്ലാസ് എത്രയും പെട്ടെന്ന് ചാപ്റ്റർ ബേസിൽ നിങ്ങൾക്ക് തരാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഓണപ്പരീക്ഷയും അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് ചാപ്റ്റർ ബേസിൽ എടുത്തിരുന്നു. അതുപോലെ തന്നെ മാരത്തോൺ സെക്ഷൻ എടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ബൂസ്റ്റൊക്കെ എടുത്തിരുന്നു. അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ സാർ ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിനി 5ഉം 6ഉം യൂണിറ്റുകളാണ് നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളും നമ്മളെന്തായിട്ടുണ്ട്? തൊട്ട് മുന്നത്തെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ആനുവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5ാമത്തെയും 6ാമത്തെയും യൂണിറ്റ് അടിപൊളിയായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മറ്റു യൂണിറ്റുകളൊക്കെ ഒന്ന് മെല്ലെ കവർ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതി അടിപൊളിയായിട്ട് 9ാം ക്ലാസ്സിലേക്ക് എത്തണ്ടേ? എല്ലാവർക്കും എത്തണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അറബി ചാപ്റ്റർ ബേസിലുള്ള പാഠങ്ങൾ നോക്കാം. വളരെ സിമ്പിളാണ്. 5ാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ 5ാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണ് വരുന്നത്. ആ 3 ചാപ്റ്ററുകളും അടിപൊളിയാണ്. നമ്മുടെ യൂണിറ്റ് തന്നെ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയോ? നമ്മുടെ സഞ്ചാരത്തെക്കുറിച്ചാണ്, യാത്രയെക്കുറിച്ച്, ട്രാവലിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് തന്നെ പറഞ്ഞു വെക്കുന്നത്. എല്ലാവർക്കും ഒരു പക്ഷേ എന്തായിരിക്കും? യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളും എൻ്റെ 8ാം ക്ലാസ്സിൽ ഉണ്ടാകൂല എന്ന് സാറിന് ഉറപ്പാണ്. കാരണം നമ്മളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട്, പല സമയങ്ങളിലായിട്ട്, പല സ്ഥലത്തേക്കും യാത്ര പോകുന്ന ആളുകളാണ് അല്ലേ? ഊട്ടി, അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളാണ് ഊട്ടി, വയനാട്, മൈസൂർ, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളും നമ്മളെപ്പോഴും മൂന്നാർ ഒക്കെ നമ്മളെപ്പോഴും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേരളം വിട്ടിട്ട് പുറത്തേക്ക് നമ്മൾ പോകും. അതുപോലെ തന്നെ കാശ്മീർ പോകുന്ന ആളുകളുണ്ട്, മണാലി പോകുന്ന ആളുകളുണ്ട്, മറ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും അതെന്താണ്? ഒരു മനോഹരമായിട്ടുള്ളൊരു ലഹരിയാണ്. എല്ലാവരും യാത്രയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു യൂണിറ്റും പറയുന്നത് യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിലൂടെ ഓരോ പാഠങ്ങൾ ഇങ്ങനെ കവറേജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും യാത്രയെക്കുറിച്ചും യാത്രയുടെ അനുഭവത്തെക്കുറിച്ചും എന്തിനാണ് യാത്ര ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ സംസാരിക്കുന്നത് യാത്രയെക്കുറിച്ചാണ്. എന്ത് ചെയ്യണം മക്കൾ? മനസ്സിലാക്കണം. അസ്സിഹായത്തു എന്ന് പറഞ്ഞാൽ, അസ്സിയാഹത്തു എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വിനോദസഞ്ചാരം അല്ലേ? വിനോദസഞ്ചാരം, യാത്രയാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, ആദ്യമായിട്ടൊരു മംലൂം, ഒരു കവിതയാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. അതിനുശേഷം ഒരു ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. അതുപോലെ തന്നെ ബയാനും, ഒരു ബയാന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ചാപ്റ്ററിലൂടെ പഠിക്കേണ്ട. അങ്ങനെ തുടങ്ങി 3 ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ചർച്ച ചെയ്യാനുണ്ട്. സാറ് കൂടുതൽ നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഇവിടേക്ക് കിടക്കാം. 1ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മംലൂമിലേക്ക്, കവിതയിലേക്ക് കിടക്കാം. തിൽക്കത്തൊബീഹ, ആ പ്രകൃതി അല്ലേ? ഈ പ്രകൃതി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ച് പാടുന്ന ഒരു കവിതയാണ് നമുക്ക് ആദ്യം തന്നെ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ നോക്കൂ മക്കളെ, നുലാഹിലു വനുനാക്കിഷു, നമുക്കെന്ത് ചെയ്യാം? ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കാം. ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്കൊക്കെ മനസ്സിലാകും ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളാണ്, വ്യത്യസ്ത പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മുടെ ഈ ഫോട്ടോത്തിൽ കാണിക്കുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ജമാ മസ്ജിദ് ഉണ്ട്, അതുപോലെ തന്നെ കുത്തുബ് മിനാർ ഉണ്ട്, അതുപോലെ തന്നെ താജ്മഹൽ ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് അത്ഭുതങ്ങളാണ് നമ്മുടെ ഈ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നത്. അതിനുശേഷം നോക്കൂ, തിൽക്കത്തൊബീഹ,
പ്രകൃതിയെക്കുറിച്ച് മനോഹരമായിട്ടുള്ളൊരു കവിത നമ്മളോട് പറഞ്ഞു വെക്കുന്നു. തിൽക ത്വബീഹത്തു ഖിഫ് ബിനാ യാ സാരി ഹത്താ ഉരീക ബദീഅ സ്വൻഉൽ ബാരി. അപ്പോൾ കവിത പറയുന്നത് സഞ്ചാരത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചാണ്. തിൽക ത്വബീഹ, ഈ ഒരു കാഴ്ച, ഈ ഒരു പ്രകൃതി എന്നുള്ളത്, ഖിഫ് ബിനാ യാ സാരി, ഓ എൻ്റെ യാത്രക്കാരനെ നീ ഇവിടെ ഒന്ന് കുറച്ചു നേരം നിൽക്ക്. അപ്പോൾ വിനോദസഞ്ചാരിയെ വിളിച്ചിട്ട്, സഹയാത്രക്കാരനെ വിളിച്ചിട്ട് നമ്മളെ കവി പറയാണ്, നീ ഇവിടെ അല്പം നേരം നിൽക്ക്. ഹത്താ ഉരീക ബദീഅ സ്വൻഉൽ ബാരി. സ്വൻഉൽ ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ റബ്ബ് അല്ലേ? അപ്പോൾ സൃഷ്ടാവായ റബ്ബ് ഈ പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, നീ ഇതൊന്ന്, ഞാൻ എന്ത് ചെയ്യുക, നിനക്കിത് കാണിച്ചു തരാം. അതുകൊണ്ട് അല്പം നേരം നീ ഇവിടെ നിൽക്കൂ. അൽ അർളു ഹൗലുക വസ്സമാഹു ഇഹ്തസ്സത ലിറവാഹിൽ ഹയാത്തി വൽ ആസാർ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ ഭൂമി എന്നുള്ളത്, അതുപോലെ തന്നെ ആകാശം എന്നുള്ളതൊക്കെ എന്താണ്, അത് കുലുങ്ങിപ്പോയി, പ്രകമ്പനം കൊണ്ടുപോയി. എന്ത് കാരണത്താൽ? റിവാഹിൽ ആയാത്തി വൽ ആസാർ, ഈ ഭൂമിയുടെ സൗന്ദര്യം കാരണത്താലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഭൂമിയും ആകാശമൊക്കെ എന്തായി, കുലുങ്ങിപ്പോയി. അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് റബ്ബന്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയെ ഇങ്ങനെ വർണ്ണിച്ച് പാടുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നോക്കൂ, മൻ ശക്ക ഫീഹി ഫനളറതും ഫീ സുൻഇഹി തമൂഹു അസീമ ശക്ക വൽ ഇൻകാർ. കവി പറഞ്ഞു വെക്കുകയാണ് എന്ത്, മൻ ശക്ക ഫീഹി ഫനളറതും ഫീ സുൻഇഹി, ആർക്കെങ്കിലോ അള്ളയുണ്ടോ ഇല്ലേ അല്ലേ, അള്ള ഉണ്ടോ ഇല്ലേ എന്ന വല്ല സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫനളറതു ഫീ സുൻഹിഹി, അവരെന്തായിക്കൊള്ളട്ടെ ഈ സുൻഹിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചു വെച്ചിട്ടുള്ള ഈ അത്ഭുതങ്ങളിലേക്ക് അവർ നോക്കിക്കൊള്ളട്ടെ. തമൂഹു അസീമ ശക്തി വൽ ഇൻകാർ. അങ്ങനെ അവർ ഈ കാഴ്ചയിലേക്കൊക്കെ നോക്കി ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ എന്താവും, അവരുടെ എല്ലാ സംശയങ്ങളും ഇല്ലാതെയാകും. അപ്പോൾ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഇത്രയും മനോഹരമായിട്ട് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു സൃഷ്ടാവ് ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രകൃതിയൊന്നും ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് കവി പറഞ്ഞു വെക്കുന്നത്, ആർക്കെങ്കിലും അള്ളയുണ്ടോ അല്ലെങ്കിൽ സൃഷ്ടാവുണ്ടോ എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അവരെന്തായിക്കൊള്ളട്ടെ, ഫനളറതും ഫീ സുൻഹിഹി, അള്ളാഹുവിൻ്റെ ഈ ഒരു സൃഷ്ടിപ്പിലേക്ക് അവർ നോക്കിക്കൊള്ളട്ടെ. തമൂഹു അസീമ ശക്ക് വൽ ഇൻഹാർ, തമൂഹ് എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകും, അസീമ ശക്ക് സംശയത്തിൻ്റെ അടയാളങ്ങൾ അവരിൽ നിന്ന് നീങ്ങിപ്പോകും, അവർക്കൊരു സംശയവുമില്ലാതെയായി മാറുമെന്നാണ് കവി പറയുന്നത്. നോക്കൂ, കം ഫിൽ ഹമാഹിലി വഹിയ ബഅ്ലു ഇമാഹിയ മിൻ ദാത്തിൽ ഖൈലാലി വദാത്തി സിവാർ. പറയാണ് പ്രകൃതി എന്തായിട്ടുണ്ട്, നമ്മളെ പ്രകൃതി നല്ല മനോഹരമായിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ അതുപോലെ തന്നെ വളയൊക്കെ ഇട്ട പോലെ പെണ്ണിനെ കൊണ്ട് അല്ലേ, ഒരു സ്ത്രീയെ കൊണ്ട് വളയും അതുപോലെ തന്നെ മാലയുമൊക്കെ ഇട്ട ഒരു സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് എന്ത്, പ്രകൃതിയെ. അത്രമേൽ ഭംഗിയായിട്ടാണ് പ്രകൃതി ഒരുങ്ങി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. വലക്കത് തമുറു അലൽ ഖദീർ തഹാലുഹു വനബത്തി മിർആത്തി സഅത്ത് ബി ഇത്താർ. അതായത് വലക്കത് തമുറു അലൽ ഖദീർ തഹാലുഹു, പ്രകൃതിയിലൂടെ മനോഹരമായിട്ടുള്ള അരുവി ഒഴുകുന്നു. ഖദീർ എന്ന് പറഞ്ഞാൽ എന്താണ്, അരുവി എന്നാണ് അർത്ഥം. അപ്പോൾ മനോഹരമായിട്ടുള്ള അരുവി ആ പ്രകൃതിയിലൂടെ ഒഴുകുന്നു. വനബത്തു മിർആത്തി സഅത്ത് ബി ഇത്താറിലെ, കണ്ണാടി പോലെ സുഭിക്ഷമായിട്ടുള്ള രീതിയിലാണ്. അതായത് അത്രയും മനോഹരമായിട്ടൊരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ പ്രകൃതിയിലൂടെ നദികൾ ഒഴുകുന്നത്. ഉലുഹു തസൽസുലി മൗജുഹു വജറീറുഹു കഅനാമിലിൽ മറത്തി അലൽ ഔതാർ. ഒരു ഗിറ്റാറിൻ്റെ മുകളിൽ നമ്മൾ വിരലുകൾ ഇങ്ങനെ അല്ലേ, ഗിറ്റാറിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ വിരലുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ അത്രയും ലാളതയോടെ അല്ലെങ്കിൽ അത്രയും സൗമ്യമായിട്ട് അത്രയും സുന്ദരമായിട്ടാണ് നമ്മുടെ അരുവി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നീന്തി പോകുന്നത്, അല്ലെങ്കിൽ അരുവിയിലുള്ള വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് എന്നാണ് നമ്മുടെ കവി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്രയും സൗന്ദര്യമാണ് പ്രകൃതിയിലുള്ള ഓരോ കാഴ്ചകൾ, പ്രകൃതിയിലെ പൂന്തോട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിയുടെ അരുവികൾ, പ്രകൃതിയിലുണ്ടാകുന്ന മരങ്ങളൊക്കെ ഒരു സ്ത്രീയെ പോലെയാണ് കണക്ട് ചെയ്തത്. അതായത് വാളയും മളയും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ പോലെയാണ് പ്രകൃതിയിലെ മരങ്ങൾ എന്നാണ് കവി പറയുന്നത്.
പറയുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി, ഈ കവിതയിൽ നിന്ന് ഉടനീളം പറയുന്നത്, ഈ കവിത ടോട്ടലി പറയുന്നത് എന്തിനെക്കുറിച്ചാണ് മക്കളെ? അത് പ്രകൃതിയെക്കുറിച്ചാണ്, പ്രകൃതിയോടുള്ള ഭംഗിയെക്കുറിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. മനസ്സിലായോ? കവിത മനസ്സിലായോ? കവിത ഫുള്ള് ഓരോ വരി ഇങ്ങനെ അർത്ഥം വെച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആശയം മനസ്സിലാക്കി വെച്ചാൽ മതി. ആശയം ഇത്രയേ ഉള്ളൂ, പ്രകൃതിയെ വർണ്ണിക്കുന്നു. കവി നമ്മുടെ പ്രകൃതിയെ, അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പ്രകൃതിയെ മനോഹരമായ രീതിയിൽ കവി എന്ത് ചെയ്യുന്നു? കവിതയിലൂടെ വർണ്ണിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മുദക്കിറത്തുൽ ഇസ്തിഹ്സാനിയ എന്ന് പറഞ്ഞാൽ ആസ്വാദനക്കുറിപ്പാണ് അല്ലേ? അപ്പോൾ എന്തൊരു കാര്യമാണ് അല്ലെങ്കിൽ എന്തൊരു മെത്തേഡാണ് കവി ഈ ഒരു കവിതയിലൂടെ പറയുന്നത്? നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. യസിഫു ഷായറു അഹ്മദ് ഷൗക്കി എന്നവരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യസിഫു ഷാഹിർ സ്തുതി പറയുന്നു, അല്ലെങ്കിൽ കവി സവിശേഷത പറയുന്നു. അഹ്മദ് ഷൗക്കി എന്നവർ സവിശേഷത പറയുന്നു. ഫി ആദശിർ, ഈ ഒരു കവിതയിലൂടെ ജമാലു ത്വബിയ അല്ലേ, പ്രകൃതിയുടെ ജമാലിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ജമാലു ത്വബിയ, പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ് കവി പറഞ്ഞു വെക്കുന്നത്. വഹുവയദു അൻ യസീറ ഫിൽ അർളി ബൈന ത്വബിയത്തിൽ ഖാലാബ അല്ലേ? അദ്ദേഹം പറയാണ് ഈ പ്രകൃതിയെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച റബ്ബ്. അപ്പോൾ ഈ ഒരു ഭൂമിയെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച റബ്ബാണ്. അതുപോലെ തന്നെ വയഫിസുന അല തഫക്കുരി വ തഅമ്മുലി ഫിൽ ബദീഇൽ ഉസ്നില്ലാഹി അസ്സ വജല്ല്. വയഫിറ നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്തിന്? വയഫിസുന എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ്. അല തഫക്കുർ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, വ തഹമ്മുൽ ഫി ബദീഇ സുനില്ലാഹി തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു പ്രേരണ എന്തിലൂടെ തരുന്നു? ഇത്തരം ഭംഗിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ യുഹാത്തിബു ഷായിറുൽ മുസാഫിറ വയത്ലബു മിൻഹു അൻ യതവഫഖ ഫയൻദുറു ഫി ത്വബീഹ. എന്നിട്ട് കവി പറയാണ് ഒരു യാത്രക്കാരനോട്, യാത്രക്കാരൻ്റെ നീ അവിടെ കുറച്ചു നേരം നിൽക്ക്, എന്നിട്ട് നീ എന്ത് ചെയ്യൂ? ആ കാഴ്ചകളൊക്കെ കാണ്. അൻ യതവഫഖ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കവി പറയുന്നു. ഫയൻദുറു ഫി ത്വബീഹ, എന്നിട്ടോ പ്രകൃതിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടും കവി പറയുന്നു. ഫആദാ യുസായിദുഹു ലിദ്കാരി ജമാലിഹ വ ഇബ്ദാഉൽ ഖാലിഖ് ലെ ഖാലിഖ് ഫിഹ. അല്ലാഹ് ഈ ലോകത്ത് ഉണ്ട് എന്നും അല്ലാഹയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി എന്ന് കവി പറഞ്ഞു വെക്കും. അതിനുശേഷം നോക്കൂ, യഖൂലു ഷായിറു ഇന്ന സമാഅ വൽ അർള ഇത്തസത്ത മിൻ കസ്റത്തിൽ ജമാലി ആദിഹി ത്വബീഹ. നമ്മുടെ ഈ ഒരു ഭൂമിയെയും അതുപോലെ തന്നെ ആകാശത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രകമ്പനം കൊള്ളിക്കുന്നു ഈ ഒരു ഭൂമിയുടെ ഭംഗി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി എന്താകുന്നു? ആകാശത്തെയും ഭൂമിയെയൊക്കെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ഫബിമാ ഫീഹിമാ മിൻ ഹയാത്തി വൽ മുജിസാത്ത്, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് സവിശേഷതകൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രകൃതിയിലുണ്ട്. അതുപോലെ തന്നെ സുമ്മയൻതഖിലു ഷാഹിറു ഇലാ വസ്ഫിൽ അഷ്ജാർ, മരങ്ങളെ സവിശേഷത പറയുന്നു. എന്തുകൊണ്ടിട്ട്? അൽ ഖസിഫൽ ജമീൽ തൈസുലബിസത്തിൽ ഖൽആല വസിവാറ, മാലയും വളയും ഒക്കെ അണിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലെ അത്രയും ഭംഗിയായിട്ടാണ് മരങ്ങളുടെ ആ ഒരു ഇലകളും അതുപോലെ തന്നെ ആ വേരുകളൊക്കെ നിൽക്കുന്നതെന്ന് കവി പറയുന്നു. ഫഇന്നമാ യുസൻസിഹ ഫി അലാഹ വ അസ്ഫാലിഹ വയസിഫു ഷാഹിറു. വീണ്ടും കവി പറയുന്നു ജമാലുൽ ഖദീർ, അരുവിയുടെ ഭംഗിയെക്കുറിച്ച് അല്ലേ? അപ്പോൾ ജമാലുൽ ഖദീർ ഖായിലിൻ, പറയുന്നവനായിട്ട് രീതിയിൽ അദ്ദേഹം പറയുന്നു. അദ്ദേഹം സവിശേഷത പറയുന്നു. ഇന്ദമാ തമുറു അലൽ ഖദീർ മാഹി തുഹിബുൽ ജമാലിഹി വ സഫാഹി നഖി വ തുയിൽ മിർഅ. ഒരു കണ്ണാടി തെളിഞ്ഞതുപോലെ തന്നെ അത്രമേൽ സുന്ദരമായിട്ടുള്ള അരുവി എങ്ങനെ ഒഴുകുന്നത് അത്രമേൽ സുന്ദരമായിട്ടുള്ള രീതിയിലാണ്. വ ഇതാറു മിർആത്തുൻ യസീദുഹാ ജമാലൻ, ഒരു കണ്ണാടിയെപ്പോലെ തന്നെ അതിൻ്റെ ഭംഗി എന്ത് ചെയ്യുന്നു? അധികരിപ്പിക്കുന്നു. അല്ലാഫ ഷായിറു ഇലാ വസ്വിഹി ബി അന്ന ജറിയാനുഹു ജമീലുൻ വതദഖനു സലിലു വയബ്ദഹുൽ ഖൽ ഔതരി കിസാറത്തിൻ വതറകു അനാമി അലൈഹ. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഗിറ്റാറിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു മ്യൂസിക് ഉപകരണത്തിൻ്റെ മുകളിൽ ആ ഒരു മ്യൂസിക്കിനെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ അത്രയും ലാളിത്യത്തോടെ അത്രയും സുന്ദരമായിട്ടാണ് നമ്മുടെ ആ ഒരു
അരുവി ഒഴുകിപ്പോകുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ അത്രമേൽ സുന്ദരമാണ് എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. ടോട്ടലി ഒരു പ്രകൃതിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് കവി വിശദീകരിക്കുന്നു മക്കളെ. നുബ്ദത്തുൻ അനി ഷായിർ, ഷായിറിനെ കുറിച്ച് ചില പോയിന്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം, പറയാം. ഉലിദ് അഹ്മദ് ഷൗക്കി, അഹ്മദ് ഷൗക്കി നമ്മൾ പറഞ്ഞു ഈ ഒരു കവിത രചിച്ചിട്ടുള്ള ആൾ അഹ്മദ് ഷൗക്കിയാണ്. ഉലിദ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നല്ലേ. ഉലിദ് അഹ്മദ് ഷൗക്കി, അഹ്മദ് ഷൗക്കി ജനിച്ചു. അൽ മുലഖബ ബിൽ അമീർ ഷുറാഹ്, അല്ലേ, അമീർ ഷുറാഹ് എന്ന അദ്ദേഹത്തിന് ലഖബ് നാമം നൽകപ്പെട്ടു, അതായത് സ്ഥാനപ്പേര്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അഹ്മദ് ഷൗക്കി എന്നാണ്. പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് അമീർ ഷുറാഹ് എന്നാണ്. കവിതകളുടെ നേതാവ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ബിൽ ഖാഹിറ, അദ്ദേഹം കൈറോയിലാണ് ജനിക്കുന്നത്. സനത്ത 1868. അപ്പോൾ 1868 കൈറോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഖറല ഖസീറ മിനൽ അഷ്ഹാരിൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ അഹ്മദ് ഷൗക്കി എന്നുള്ളത്. വമിൻ അഷ്ആരി ഖസായിദിഹി, അദ്ദേഹത്തിൻ്റെ കവിതകളിൽപ്പെട്ടതാണ് ഏതൊക്കെ? നശീത്തുൽ മിസ്ർ വ ഖസീദത്തുൽ നഹ്ൽ വൽ ഇൽമു വത്തഅലീം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽപ്പെട്ടതാണ്. വഖതബ ഷായിറു ഖസീദത്തുൻ റായിയത്തുൻ ബിൽ ഉൻവാനിൽ അംസിയത്തിൽ നബവിയ്യത്തി ഫീ മദ്ഹി ഖാതമിൻ നബിയീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വയൂറഫു ദീവാനു ഷീരിഹി അൽ ഷൗക്കിയാത്ത്, അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളെ സംഹാരത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് ഷൗക്കിയാത്ത് എന്നാണ്. അതുപോലെ തന്നെ തുവഫിയ ഫിൽ ഖാഹിറ, അദ്ദേഹം കൈറോയിൽ തന്നെ വഫാത്താകുന്നു 1932. അപ്പോൾ 1868 അദ്ദേഹം ജനിക്കുന്നു. 1932 അദ്ദേഹം എന്താകുന്നു മക്കളെ? വഫാത്താകുന്നു. കവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതുപോലെ തന്നെ നഖ്താറു മിൻ താലിയത്തിൽ അബിയാത്തിൽ ലത്തീഫിയ വസ്ഫു തൊബിയ, ഇവിടെ ഒരു 4 കവിതകൾ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഈ 4 കവിതയിലും നമ്മുടെ തൊബയ്യത്തിനെ കുറിച്ച്, അതായത് പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ച് പറയുന്ന കവിത ഏതാണോ അത് സെലക്ട് ചെയ്യാനാണ്. നോക്കൂ, അന അസൂഹു ഫിസ് സ്വബാഹി ഖബ്ല ഉസ്ഫൂരി വത്വൈരി വ ഉസല്ലിൽ ഫർള റബ്ബി ഷാക്കിറൻ അഅലമു ശുക്രി. ആ ഒരു കവിത പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ കിളികളും പക്ഷികളും കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിൻ്റെ എത്രയോ മുന്നേ ഞാൻ എഴുന്നേൽക്കുന്നു, എന്നിട്ട് ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഫർള് നിസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് ഞാൻ നന്ദി ചെയ്യുന്നു, ശുക്ർ ചെയ്യുന്നു. ഈ ഒരു വരി, ഈ ഒരു 2 വരി ഒരിക്കലും പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ച് പാടുന്ന വരിയല്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല, ഇത് തെറ്റായിട്ടുള്ള വരിയാണ്. അടുത്ത് നോക്കൂ, തബസ്സുമുൽ അസ്ആറു ഫിൽ അൽസാഫ് ഫി അഅ്സാനിക്കി വയഫൂഹു തീബു ഫി അർജാഹിക്കി തഖറുൽ അത്യാർ ഫി ബുസ്താനിക്കി വസദൽ ഇലാലു മിൻ വിൽദാനിക്കി. അത് തീർച്ചയായിട്ടും പറയുന്നത് എന്താണ്? നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു, സുന്ദരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അതിൽ നിന്ന് ഒരുപാട് പക്ഷികൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ആ ബുസ്താനിൽ നിന്ന് ഒരുപാട് കിളികൾ പാട്ട് പാടുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും ആ ഒരു ലൈന് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളെ പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ലൈന് തന്നെയാണ്. അതുകൊണ്ട് അത് ശരിയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസ്താവന അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ലൈൻ അത് തെറ്റാണ്, പക്ഷേ രണ്ടാമത് പറഞ്ഞ ലൈൻ അത് ശരിയാണ്. മൂന്നാമത് നോക്കൂ, ഫിൽ വലാമിൽ ലൈലി ഔ ലോഹി സ്വബഹി അഖസിദുൽ ബൈറ ഇലാ റിസ്കിൽ മുബാഹി ലൗ ബാലിൽ ബർദ ഔ അസ്ഫരിയാഹി ദാഇറുൻ ഫൗഖ മിഹാ ഫി സുറൂരിൽ വ ഇൻഷിറാഹി. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? രാത്രിയിലും അതുപോലെ തന്നെ രാത്രിയുടെ ഇരുട്ടിൽ അല്ലെങ്കിൽ പകലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കടലിലേക്ക് പോകുന്നു. എന്നിട്ട് കടലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? മീനുകളെ, അല്ലേ, ഞാൻ ഒരു കാറ്റിനെയും അതുപോലെ തന്നെ ഒന്നിനെയും ഞാൻ ശ്രദ്ധിക്കാതെ എൻ്റെ ഉപാധമാർഗത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ നയിക്കുന്നു എന്നുള്ള ആ വരി സ്വാഭാവികമായിട്ടും അവിടെ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, രാത്രിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്താണ്? നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് പറയുന്നൊരു ലൈനാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അതും ശരിയാണ്. അടുത്ത് നോക്കൂ, കൈറള ലാ കൈറള അൻതി മക്കീനൻ അൻതി തർക്കീന ഇൽ ഫത്ഹിൽ മുബീൻ ഫിൽ ഉലൂമി വൽ ഫുനൂനി കുല്ലഹീൻ വറാസയദക യജൂഹു ഫിൽ ജബീൻ. അത് സ്വാഭാവികമായിട്ട് കേരളത്തെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകൃതിയുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഈ ഒരു പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം, രണ്ടാമത്തെ മൂന്നാമത്തെ ലൈൻ എന്ത് ചെയ്യുന്നു? കവിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നമുക്ക് പറയാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ
മക്കളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതായത് ജുംലത്തുൽ ഫിഅലിയ, ജുംലത്തുൽ ഇസ്മിയ എന്നുള്ള രണ്ട് പാറ്റേൺ. എന്താണ് ജുംലത്തുൽ ഫിഅലിയ, എന്താണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് അറിയാത്തവരായിട്ട് ആരും നമ്മുടെ 8ാം ക്ലാസ്സിൽ ഉണ്ടാവുകയില്ല. കാരണം 7ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ പല ആവർത്തിയായിട്ട് പഠിച്ചതാണ്. സാറ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ജുംല കൊണ്ട് തുടങ്ങുന്ന ഒരു ഫിഇലാണെങ്കിൽ അല്ലേ, അതായത് ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന ഒരു ഫിഇലാണെങ്കിൽ, ഒരു ജുംലയാണെങ്കിൽ അത് ജുംലത്തുൽ ഫിഇലിയായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതൊരു പ്രവൃത്തിയാണോ, അതെന്തായിരിക്കും? ജുംലത്തുൽ ഫിഇലിയായിരിക്കും മക്കളെ. ഇനി നേരെ മറിച്ച് ഒരു ഇസ്മ കൊണ്ടാണ്, ഒരാളെ പേര് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര് കൊണ്ടാണ്, അതെന്തായാലും ജുംലത്തുൽ ഇസ്മിയായിരിക്കും. ഈ ഒരു പാറ്റേൺ ജുംലത്തുൽ ഇസ്മിയ എന്താ, ജുംലത്തുൽ ഫിഇലി എന്താ എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് എക്സാമിന് നമ്മളോട് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തലഅബ് സുആദു ബിൽ ഖുറ, നമ്മുടെ സുആദ് എന്ന് പറയുന്ന കുട്ടി തലഅബു, അവൾ കളിക്കുന്നു ബിൽ ഖുറ, പന്ത് കൊണ്ട് കളിക്കുന്നു. സ്വാഭാവികമായിട്ടും തലഅബു എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തനമാണ്, കളിക്കുക എന്നുള്ളത് അത് പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ്. അടുത്ത് നോക്കൂ, അൽ ഖിറാഅത്തു, വായന എന്നുള്ളത് ഹിവായത്തുൽ മുഫീദ, വിജയത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് വായന എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ വായന എന്നുള്ളത് ഒരു പ്രക്രിയയല്ല, നേരെ മറിച്ച് അതൊരു വസ്തുവാണ്. അപ്പോൾ അതെന്താണ്? ജുംലത്തുൽ ഇസ്മിയാണ്. അടുത്ത് നോക്കൂ, അഹ്മദു ത്വാലിബുൻ മുജ്തഹിദുൻ. അഹ്മദ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഫിഇലിൻ്റെ തുടക്കത്തിൽ ആദ്യം വന്നിട്ടുള്ളത് അഹ്മദാണ്, പേരാണ്. അതുകൊണ്ട് തന്നെ ആദിഹി ജുംലത്തുൽ ഇസ്മിയ, ഇതൊരു ജുംലത്തുൽ ഇസ്മിയായിട്ടുള്ള ഒരു ജുംലയാണെന്ന് മനസ്സിലായി. അടുത്ത് നോക്കൂ, ഉറത്തിബുൽ ശരീരി ഫിസ്വബാഹി. ഉറത്തിബു, ഞാൻ എന്ത് ചെയ്തു? ക്രമീകരിച്ചു. ശരീരി, എൻ്റെ കട്ടിലിനെ, ഫിസ്വബാഹി, രാവിലെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എൻ്റെ കട്ടിലൊക്കെ നേരാക്കി എന്നുള്ളത്, ഉറത്തിബു, ക്രമീകരിക്കുക അല്ലെങ്കിൽ സെറ്റാക്കുക എന്നുള്ളത്, അത് ജുംലത്തുൽ ഫിഇലിയാണോ ഇസ്മിയാണോ മക്കളെ? നമുക്ക് എങ്ങനെ വേർതിരിക്കാൻ കഴിയും? ജുംലത്തുൽ ഫിഇലിയാകുമ്പോൾ ഫിഇല് കൊണ്ട് തുടങ്ങുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെ ഉറത്തിബു, ക്രമീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ആദിഹി ജുംലത്തുൽ ഫിഇലിയാണ്. ഇതൊരു ഫിഇലിയായിട്ടുള്ള ജുംലയാണ്, നമുക്ക് അനായാസം പറയാൻ കഴിയും. അടുത്ത് നോക്കൂ, തസ്കി സെൽമ ലസ്ആറ. തസ്കി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു. സെൽമ നനയ്ക്കുന്നു, ലസ്ആറ ചെടികളെ നനയ്ക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെടികളെ സെൽമ നയിക്കുന്നു എന്ന് പറയുമ്പോൾ നനയ്ക്കുക എന്നുള്ളത് അതൊരു ഫിഇലാണ്, അതൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആദിഹി ജുംലത്തുൽ ഫിഇലിയ, ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം അത് ഫിഇലിയായിട്ടുള്ള ജുംലയാണെന്ന് പറയാം. അടുത്ത് നോക്കൂ, ദറാജത്തു സാമിറു സരീഅത്തുൻ ജിദ്ദ, അല്ലേ? നമ്മുടെ സാമിറിൻ്റെ സൈക്കിൾ എന്നുള്ളത് എന്താണ്? അത് വളരെ വേഗതയുള്ളതാണ്. ഇവിടെ തുടങ്ങിയിട്ടുള്ള ദറാജത്ത് എന്ന് വെച്ചിട്ടാണ്. ദറാജത്ത് എന്ന് പറഞ്ഞാൽ സൈക്കിൾ എന്നാണ് അർത്ഥം. അതൊരു വസ്തുവിൻ്റെ പേരാണ്, അതൊരിക്കലും ഒരു പ്രവർത്തനമോ ഒരു ഫിഇലോ അല്ല. അതുകൊണ്ട് തന്നെ ആദിഹി ജുംലത്തുൽ ഇസ്മിയ, ഇതൊരു ഇസ്മിയായിട്ടുള്ള ഫിഇലാണ്, ജുംലത്തുൽ ഇസ്മിയായിട്ടുള്ള ജുംലയാണെന്ന് നമുക്ക് പറയാം. അടുത്തത് നോക്കൂ മക്കളെ, ആദിഹി ജുംലത്തുൽ ഫിഇലിയ, ഒരു ജുംലത്തുൽ ഫിഇലിയക്കുള്ളൊരു ഉദാഹരണം എഴുതണം. നോക്കൂ, നമുക്ക് എന്തും എഴുതാം. ദഹബ, പോയി, അല്ലേ? ദഹബ, പോയി. ആര് പോയി? മുഹമ്മദുൻ. ദഹബ മുഹമ്മദുൻ, മുഹമ്മദ് പോയി. ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് പോയി എന്നുള്ളത് എന്താണ്? അതൊരു ജുംലത്തുൽ ഫിഇലിയാണ്. ജുംലത്തുൽ ഫിഇലി എങ്ങനെ നമുക്ക് കിട്ടി? മനസ്സിലായി മക്കളെ? അവിടെ ആദ്യത്തിലൊരു ഫിഇല് വന്നാൽ, ദഹബ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തനമാണ്, പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയാണ്, ഒരു സംശയമില്ല. ജുംലത്തുൽ ഇസ്മിയയ്ക്ക് നമുക്ക് എന്ത് ചെയ്താം? അൽ മസ്ജിദു, അല്ലേ? അൽ മസ്ജിദു അല്ലെങ്കിൽ അൽ മൈദാനു. അൽ മൈദാനു വാസിഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈദാൻ, ഗ്രൗണ്ട് എന്നുള്ളത് വാസിയുൻ, അത് വിശാലമായതാണ്. സ്വാഭാവികമായിട്ടും മൈദാൻ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പ്രവർത്തനമല്ല, ഒരു ഫിഇലല്ല, അതൊരു വസ്തുവാണ്, ഒരു ഇസ്മാണ്. അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഇസ്മിയാണ്. മക്കളെ, ഈ കാര്യം നിങ്ങൾ എന്തായാലും സെറ്റാക്കി വെക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ എന്തായാലും ചോദിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ജുംലത്തുൽ ഫിഇലിയ, ജുംലത്തുൽ ഇസ്മിയ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ജുംലത്തുൽ ഫിഇലി എന്താണോ ജുംലത്തുൽ ഇസ്മി എന്താണോ എന്നുള്ളത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നിങ്ങളത് പഠിച്ചിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാങ്ങാൻ കഴിയും. അടുത്ത് നോക്കൂ മക്കളെ, വലതുൻ നാഇമുൻ നക്തുബ് ഖമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. അപ്പോൾ ജുംലത്തുൽ ഫിഇലി എന്താണെന്നും ജുംലത്തുൽ ഇസ്മി എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് സാറ് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കൂ, നക്തുബ് ഖമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. അൽ വലതു നായിമുൻ, കുട്ടി എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു, അല്ലേ? യനാമുൽ വലതു,
കുട്ടി ഉറങ്ങി. രണ്ടും ഒരേ അർത്ഥമാണ് അല്ലേ, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് പറയുന്നത്, പക്ഷെ രണ്ടും വ്യത്യസ്ത രീതിയിലാണ് എഴുതിയിട്ടുള്ളത് എന്നാണ്. അടുത്ത് നോക്കൂ, അൽ ബദറു തോലിയുൻ, അൽ ബദറു ചന്ദ്രൻ തോലിയുൻ ഉദിച്ചതായി അല്ലെങ്കിൽ ഉദിക്കുന്നതായി. നമുക്ക് അതെങ്ങനെ മാറ്റി എഴുതാം? യത്തുലുഹു അല്ലേ, യത്തുലുഹു ഉദിക്കുന്നു. യത്ലുഹുൽ ബദറു എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ ഉദിക്കുന്നു. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷേ രണ്ട് രീതിയിൽ എഴുതിയിട്ടുള്ളൂ എഴുതി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. മനസ്സിലായല്ലോ മക്കളെ? അടുത്ത് നോക്കൂ, അൽ ബിൻതു റാക്കിസ, അൽ ബിൻതു റാക്കിസ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? തർക്കുസു അല്ലേ, തർക്കുസുൽ ബിന്തു എന്നെന്ത് ചെയ്യാം? നമുക്ക് മാറ്റി എഴുതി കൊടുക്കാം. അടുത്ത് നോക്കൂ, അൽ ജവ്വ് മുഹ്തദിൽ. അൽ ജവ്വ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്താണ്? മുഹ്തദിൽ, അതൊരു സമമായിട്ടുള്ള, അതായത് ഓവർ ചൂടുമില്ല ഓവർ തണുപ്പുമില്ല, ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലാണ് അന്തരീക്ഷം. നമുക്ക് എങ്ങനെ എഴുതാം? യഅ്തദിലു. യഅ്തദിലുൽ ജവ്വു എന്നെന്ത് ചെയ്യാം? എഴുതി കൊടുക്കുക. അടുത്ത് നോക്കൂ, യുഫീദുൽ കിതാബു. യുഫീദുൽ കിതാബ് എന്ന് പറയുമ്പോൾ അൽ കിതാബു കിതാബാകുന്നത് എന്താണ്? മുഫീദിന, വളരെ ഉപകാരമുള്ളതാണ്. കിതാബുൻ മുഫീദുൻ, കിതാബുള്ളത് അത് മുഫീദാണ്, ഉപകാരപ്രദമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് അൽ ബദർ എന്നുള്ളതും അൽ ബിൻത്ത് എന്നുള്ളതും അൽ ജവ്വ് എന്നുള്ളതും അൽ കിതാബ് എന്നുള്ളതും അൽ വലത് എന്നുള്ളതൊക്കെ എന്താണ്? ജുംലത്തുൽ ഇസ്മിയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജുംലത്തുൽ ഇസ്മി എന്ന് പറയാനുള്ള കാരണം അവിടെയൊക്കെ ഇസ്മ കൊണ്ടാണ് തുടങ്ങപ്പെട്ടത്. നോക്കൂ മക്കളെ, ബിൻത്ത് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ജവ്വ് എന്ന് പറഞ്ഞാലും ബദർ എന്ന് പറഞ്ഞാലും വലതെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ തുടക്കത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു ഇസ്മാണ് കൊടുത്തത്. അടുത്ത് നോക്കൂ, യനാമു ഉറങ്ങുന്നു, അൽ വലത് കുട്ടി ഉറങ്ങുന്നു. അതുപോലെ തന്നെ യത്തിലഹു ഉദിക്കുന്നു. ഉദിക്കുക എന്നുള്ളതൊരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് തന്നെ അത് ഫിഇലാണ്. അപ്പോൾ ഈ ഒരു കോളത്തിലുള്ളത് ഫുള്ള് ജുംലത്തുൽ ഇസ്മിയാണ്. നേരെ മറിച്ച് ഇങ്ങോട്ട് മറിച്ച് നോക്കിയാലോ ഇതൊക്കെ ജുംലത്തുൽ ഫിഇലിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മക്കൾ സെറ്റാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇതൊക്കെ ജുംലത്തുൽ ഫിഇലിയാണ്, ഇതൊക്കെ ജുംലത്തുൽ ഇസ്മിയാണ്. അപ്പോൾ ജുംലത്തുൽ ഫിഇലി എന്താ, ജുംലത്തുൽ ഇസ്മി എന്താണ് ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെന്തായാലും എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണമെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കൂ, നുലാഹിൽ സൂറ വൻ അക്തുബു ഹംസ ജുംലിൻ കമാഫിൽ മിസാലി ഫിൽ ഖാനത്തീനി. ഇവിടെ രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. തഫത്തഹത്തിൽ അസ്ഹാർ ഫിൽ ബുസ്താനി അസ്സമാ സോഫിയത്തുൻ. ഇത് രണ്ടും വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ചോളണം ഇതെന്താണ്? ഒന്ന് ജുംലത്തുൽ ഫീലയാണ്, ഒന്ന് ജുംലത്തുൽ ഇസ്മിയാണ്. തഫത്തഹത്തിൽ അസ്ഹാർ ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ പൂക്കൾ എന്ത് ചെയ്യുന്നു? വിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തഫഹത്തി എന്ന് പറയുന്നത് അതൊരു ഫിഇലാണ്. വിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് എന്താണ്? ഒരു ഫിഇലാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തിനെക്കുറിച്ച് പറയുന്നു? ജുംലത്തുൽ ഫിഇലിയെ കുറിച്ച് പറയുന്നു അല്ലേ? ഇതെന്താണ്? ജുംലത്തുൽ ഫിഇലിയാണെന്ന് എന്ത് ചെയ്യുക? മക്കൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അസ്സമാഹു ആകാശം എന്നുള്ളത് സോഫിയത്തുൻ, അത് തെളിഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ആകാശം എന്ന് പറയുമ്പോൾ അതൊരു ഇസ്മാണ്. അതുകൊണ്ട് തന്നെ ഇതേതാണ്? ജുംലത്തുൽ ഇസ്മിയയാണെന്ന് എന്ത് ചെയ്യുക? മക്കൾ മനസ്സിലാക്കി വെക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജുംലത്തുൽ ഫിഇലിയിൽ നിന്നും ജുംലത്തുൽ ഇസ്മിയിൽ നിന്നും 5 സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. എന്തിൻ്റെ സഹായത്താൽ? ഈ ചിത്രത്തിൻ്റെ സഹായത്താൽ. അപ്പോൾ നമുക്ക് എഴുതി കൂടെ മക്കളെ? എന്തൊക്കെ എഴുതാം? തത്തീറു തോയിറു അല്ലേ? തത്തീറു പറക്കുന്നു. തത്തീറു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫിഇലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം തത്തീറു പറക്കുന്നു. എന്ത് പറക്കുന്നു? അത്തോയിറു പക്ഷി പറക്കുന്നു അല്ലേ? തത്തീറു തോയിറു പക്ഷി പറക്കുന്നു. ഫൗക്കൽ ബുസ്താൻ പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെ. അപ്പോൾ തത്തീറു തൈറു ഫൗക്കൽ ബുസ്താൻ പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെ എന്ത് പറക്കുന്നു? നമ്മുടെ പക്ഷി പറക്കുന്നു എന്നെന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. അതുപോലെ തന്നെ അതുപോലെ തന്നെ അപ്പോൾ ഒരു ഉദാഹരണം എന്ത് ചെയ്ത് സാർ ഇവിടെ എഴുതി തരുന്നു. ഇവിടെ തത്തീറു എന്ന് നമ്മൾ പറയപ്പെടാൻ കാരണം, അതായത് പറക്കുന്നു എന്ന് പറയപ്പെടാനുള്ള കാരണം എന്താണ്? അതൊരു ഫിഇലാണ്. അതുകൊണ്ട് തന്നെ ജുംലത്തുൽ ഫിഇലിയയിൽ നമുക്ക് എന്ത് ചെയ്താം? ജുംലത്തുൽ ഫിഇലിയയിൽ
ജുംലത്തുൽ ഫിഇലയിൽ തുടക്കത്തിൽ എന്ത് വേണം? ഒരു ഫിഇല് വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ ഇവിടെ എഴുതിയിട്ടുള്ളത് തത്തീറു പറക്കുന്നു, അത്തൊയറു പക്ഷി പറക്കുന്നു, ഫൗക്കൽ ബുസ്താന് പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെ പക്ഷി പറക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറക്കുക എന്നുള്ളത് അതൊരു ജുംലത്തുൽ ഫിഇലാണ്, അതൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഫിഇലിയയിലാണ് വരിക. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് നോക്കൂ, ജുംലത്തുൽ ഇസ്മിയ അല്ലേ? അടുത്ത ഉദാഹരണം നോക്കൂ, തത്തീറു തൊയർ ഫൗക്കൽ ബുസ്താൻ പൂന്തോട്ടത്തിന് മുകളിലൂടെ പക്ഷി പറക്കുന്നു എന്ന് പറയും. ഇനി രണ്ടാമതൊരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടായിക്കൂടെ? വേറൊരു സെൻറ്റൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തത്തീറുൽ ഫറാഷ അല്ലേ? തത്തീറു പറക്കുന്നു, എന്ത് പറക്കുന്നു? തത്തീറു പറക്കുന്നു, എന്ത് പറക്കുന്നു? അൽ ഫറാഷത്തു നമ്മുടെ പൂമ്പാറ്റ പറക്കുന്നു. എന്തിലൂടെ? മിനസ്സഅറത്ത്. അപ്പോൾ പൂക്കളുടെ മുകളിലൂടെ അല്ലെങ്കിൽ പൂക്കളിലൂടെ എന്ത് പറക്കുന്നു? നമ്മുടെ ഫറാഷത്ത്, അതായത് പൂമ്പാറ്റ പറക്കുന്നു എന്നെന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ തത്തീറുൽ ഫറാഷത്തു മിനസ്സഅറത്ത്, പൂക്കളിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പൂമ്പാറ്റ പറക്കുന്നു. അതുപോലെ തന്നെ സക്കത്തൽ മാഹു അല സുഹൂർ, അതായത് പാറക്കെട്ടുകൾക്കിടയിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ വെള്ളം വികുന്നു, അതായത് വെള്ളം പാറക്കെട്ടുകളിലൂടെ വികുന്നു എന്ന് എഴുതാം. അതുപോലെ തന്നെ ജുംലത്തുൽ ഇസ്മിയയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം. ജുംലത്തുൽ ഇസ്മിയയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് സെൻറ്റൻസുകൾ എഴുതാം. കാരണം ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്നതിനാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ജുംലത്തുൽ ഇസ്മിയയിലും ചില ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് എഴുതിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ചാപ്റ്റർ സെറ്റായി മക്കളെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജുംലത്തുൽ ഇസ്മിയയെക്കുറിച്ചും ജുംലത്തുൽ ഫിഇലിയനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അറിവ് എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ ഉണ്ടാക്കി വെക്കണം. എങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.